ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ ഒന്നാണ് ദി ഓർഡിനറി. കെമിസ്ട്രി ലാബിൽ കാണുന്ന കുപ്പികളെ അനുസ്മരിപ്പിക്കുന്ന ഷേപ്പും ലേബലിങ്ങുമാണ് ദി ഓർഡിനറിയുടേത്. എന്താണോ ഓരോ പ്രൊഡക്റ്റിലും അടങ്ങിയിരിക്കുന്ന കെമിക്കൽ, ആ പേര് തന്നെയാണ് അവരുടെ ഭൂരിഭാഗം പ്രൊഡക്റ്റുകൾക്കും അവർ നൽകിയത്. പൊതുവെ കളർഫുള്ളായ പാക്കിങ്ങും ആളുകളെ ആകർഷിക്കുന്ന പേരുകളുമൊക്കെയായി പുറത്തിറങ്ങുന്ന മറ്റ് കോസ്മെറ്റിക് ബ്രാൻഡുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വെല്ലുവിളിയായി മാറി സത്യസന്ധമായ പേരും മിനിമലായി ഡിസൈനുകൾ ഉണ്ടാക്കിയ ദി ഓർഡിനറി. ഓർഡിനറിയുടെ ഈ വിജയം ലോകമെമ്പാടും ഈ ബ്രാൻഡിൻ്റെ അനുകരണങ്ങൾ സൃഷ്ടിച്ചു. അതിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും സുപരിചിതമായത് മിനിമലിസ്റ്റ് എന്ന ബ്രാൻഡാണ്. പേരിൽ തൊട്ട് പാക്കിങ്ങിൽ വരെ ഓർഡിനറിയോട് കൃത്യമായ സാമ്യം പുലർത്തിയ ഈ ബ്രാൻഡും കോസ്മെറ്റിക് വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. പലരും മിനിമലിസ്റ്റിനെ ഇന്ത്യൻ ഓർഡിനറി എന്നുപോലും പേരിട്ട് വിളിക്കാൻ തുടങ്ങി. ഓർഡിനറിയെ പോലെ തന്നെ സയൻസിലാണ് തങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പഞ്ചെന്ന് മിനിമലിസ്റ്റിൻ്റെ ഫൗണ്ടർമാരായ രോഹിത് യാദവും രാഹുൽ യാദവും പറയുന്നു. എന്തായാലും കോപ്പിയടിച്ചു തുടങ്ങിയ ബ്രാൻഡ് പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റുകൾ ഒരുക്കിയെടുക്കുകയും ഇൻഗ്രീഡിയൻസിൽ ആയുർവേദിക് എലമെൻറ്റുകൾ കൊണ്ടുവരികയും ചെയ്ത് തങ്ങൾ വെറും കോപ്പിയല്ല എന്ന് തെളിയിച്ചു.